നമസ്കാരം. ഞാൻ ഉമേഷ് വിരാമൻ. ഹണ്ടർ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ആലുവയിലെ നിയമവിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഡിവൈഎസ്പി വി രാജീവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആലുവയിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ മണിക്കൂറുകൾ നീണ്ട സംഘർഷം. സിഐ സുധീറിനെ സംരക്ഷിച്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന വനിതാ കമ്മീഷൻ. മോഫിയ പർവീണിന്റെ ആത്മഹത്യയ്ക്ക് കാരണം സിഐയുടെ മോശം പെരുമാറ്റമെന്ന് മാതാവ് 24നോട്. ഭർത്തൃവീട്ടിൽ കൊടിയ പീഡനം നേരിട്ടെന്നും പരാതി. രാഷ്ട്രീയ സ്വാധീനമുണ്ടായെന്ന് സംശയം. പോലീസ് കൂടുതൽ പരിഗണന നൽകിയത് പ്രതികൾക്ക്. മുത്തലാഖ് ചൊല്ലിയത് മകളെ ഏറെ വേദനിപ്പിച്ചെന്നും മോഫിയയുടെ അമ്മ. പേരൂർക്കട ദത്തുവാദത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അനുപമയുടെ അറിവോടെയെന്ന് വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്. കരാറുണ്ടാക്കിയത് അനുപമയും അച്ഛനും ചേർന്ന്. ഒപ്പുകൾ അനുപമയുടേത് തന്നെയെന്നും പരാമർശം. കരാറിൽ ഒപ്പിടാൻ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന അനുപമയുടെ മൊഴിയും റിപ്പോർട്ടിന്റെ ഭാഗം. ഔദ്യോഗിക നടപടിക്രമമായതിനാൽ പ്രതികരിക്കാനില്ലെന്ന് ഷിജു ഖാൻ. പച്ചക്കറി വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങിയ പച്ചക്കറി വിപണിയിൽ. ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് അയച്ചെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് 24നോട്. വിപണിയിൽ വിലക്കയറ്റം രൂക്ഷം. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. റോഡ് പണിയാൻ അറിയില്ലെങ്കിൽ എഞ്ചിനീയർമാർ രാജിവെച്ച് പോകണം. റോഡ് തകർന്നാൽ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സംസ്ഥാനത്തെ പല പാതകളിലും അറ്റകുറ്റപ്പണി അനിവാര്യമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. മഴയെ അതിജീവിക്കുന്ന റോഡ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കുമെന്നും മുഹമ്മദ് റിയാസ്. തകർന്ന റോഡുകളിലൂടെ 24ന്റെ വാർത്താ പരമ്പര തുടരുന്നു. സംസ്ഥാനത്തെ മദ്യശാലകളുടെ എണ്ണം കൂട്ടണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഹൈക്കോടതി. ഉത്തരവിട്ടത് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മാത്രമെന്നും കോടതി. സമൂഹത്തിന്റെ പൊതു അന്തസ്സ് മാത്രമാണ് കോടതിയുടെ പ്രശ്നമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സംസ്ഥാനത്തെ ഇന്നത്തെ മഴ മുന്നറിയിപ്പ് പുതുക്കി. തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധന. നിലവിലെ ജലനിരപ്പ് 2400.5 അടിയായി. അണക്കെട്ടിൽ ബ്ലൂ അലർട്ട്. ജലനിരപ്പ് ഉയരാൻ കാരണം മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ഒരു ജനറേറ്റർ തകരാറിലായതും ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിലെ സാമ്പത്തിക സംവരണ മാനദണ്ഡം പുനഃപരിശോധിക്കും. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയെന്ന പരിധി പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. 4 ആഴ്ചക്കുള്ളിൽ മാനദണ്ഡങ്ങളിൽ തീരുമാനമെടുക്കും. അതുവരെ നീറ്റ് PG കൗൺസിലിംഗ് നടത്തില്ലെന്നും സർക്കാർ കോടതിയിൽ. LJD പിളർന്നു. മറ്റൊരു വിഭാഗമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിമതപക്ഷം LDFന് കത്ത് നൽകി. 15-അംഗ കമ്മിറ്റി നാളെ യോഗം ചേരുമെന്ന് V സുരേന്ദ്രൻപിള്ള. MV ശ്രേയാംസ് കുമാറിന്റെ ഏകപക്ഷീയ നിലപാട് അംഗീകരിക്കില്ലെന്നും അച്ചടക്ക നടപടി അംഗീകരിക്കില്ലെന്നും വിമതർ. കോഴിക്കോട് കടമേരിയിലെ ഗുണ്ടാക്രമണത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അറസ്റ്റിലായത് സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയ വളപട്ടണം സ്വദേശി ഷമീം. ആക്രമണത്തിന് പിന്നാലെ പോലീസിനെതിരെ ഇയാൾ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ATMകളിലേക്ക് കൊണ്ടുപോയ പണം തട്ടിയ കേസിൽ ദളിത് ലീഗ് പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. മലപ്പുറം ഊരകം പഞ്ചായത്ത് അംഗം ND ഷിജുവാണ് പിടിയിലായത്. 1.5 കോടിയിലധികം രൂപ ND ഷിജു അടക്കം 4 പേർ തട്ടിയെടുത്തെന്നാണ് കേസ്. സംസ്ഥാനത്ത് 4.5 ലക്ഷം പേരുടെ ക്ഷേമ പെൻഷൻ മുടങ്ങി. ആനുകൂല്യം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള നടപടികൾ മുടങ്ങിയിട്ട് 2 മാസം. ഫയലിൽ തീരുമാനമെടുക്കാതെ ധനവകുപ്പ്. തമിഴ്നാട്ടിലെ 7 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. തീരദേശ മേഖലകളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. കനത്ത രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടെ ത്രിപുരയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. BJP പ്രവർത്തകർ വ്യാപകമായി അട്ടിമറി നടത്തിയെന്നാരോപിച്ച് CPIM-ഉം TMC-യും. ത്രിപുരയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും കേന്ദ്രസേനയുടെ മതിയായ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. BJPക്കെതിരെ രാജ്യത്ത് മതേതര ജനാധിപത്യ സഖ്യത്തിന്റെ ഐക്യം അനിവാര്യമെന്ന് NK പ്രേമചന്ദ്രൻ MP. കോൺഗ്രസിന് സംഘടനാപരമായ പ്രതിസന്ധിയുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭിന്നത BJPക്ക് ഗുണം ചെയ്യാമെന്നും NK പ്രേമചന്ദ്രൻ. തിരുവനന്തപുരം BJP ഓഫീസ് ആക്രമണ കേസ് പിൻവലിക്കാൻ നീക്കം. തിരുവനന്തപുരം CJM കോടതിയിൽ അപേക്ഷ നൽകി സർക്കാർ. അപേക്ഷ ഫയലിൽ സ്വീകരിച്ച കോടതി 1-ാം സാക്ഷിക്ക് സമൻസ് അയച്ചു. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടത് 2017 ജൂലൈ. രാജ്യവ്യാപകമായുള്ള സാമൂഹ്യ അടുക്കളകളുടെ രൂപീകരണത്തിനായി കേന്ദ്ര സർക്കാർ വിളിച്ച ഭക്ഷ്യമന്ത്രിമാരുടെ യോഗത്തിൽ 7-അംഗ ഉപസമിതി രൂപീകരിച്ചു. കേരളത്തിൽ നിന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ ഡോക്ടർ സജിത് ബാബു ഉപസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതായി ഭക്ഷ്യമന്ത്രി GR അനിൽ. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടി. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന DVR കണ്ടെത്താനുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. നമ്പർ 18 ഹോട്ടലിൽ സമയക്രമം പാലിക്കാതെ മദ്യം വിളമ്പിയെന്ന എക്സൈസ് കമ്മീഷണർക്ക് ജില്ലാ മേധാവിയുടെ റിപ്പോർട്ട്.
സംസ്ഥാനത്ത് 5987 പേർക്ക് കൂടി കോവിഡ്, 56 കോവിഡ് മരണം, 5094 പേർക്ക് രോഗമുക്തി. പറവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ കുറ്റപത്രത്തിന്റെ ഇലക്ട്രോണിക് പകർപ്പ് കോടതിയിൽ സമർപ്പിച്ചു. 10,000-ലധികം പേജുള്ള കുറ്റപത്രത്തിന്റെ 59 പെൻഡ്രൈവുകൾ സമർപ്പിച്ചു. കുറ്റപത്രം പെൻഡ്രൈവിൽ സമർപ്പിക്കുന്നത് കേരളത്തിൽ ഇതാദ്യം. കേരയിൽ പദ്ധതിയെ പിന്തുണച്ച NCP വികസനത്തിന് മുടക്കുന്നത് എത്ര ഭീമമായ തുകയായാലും നഷ്ടമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. സംസ്ഥാനത്ത് 744 പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസ് പ്രതികളെന്ന് വിവരാവകാശ രേഖ. സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് 18 പേർ. 691 പേർക്കെതിരെ വകുപ്പ് തല നടപടി തുടരുന്നതായും സർക്കാർ രേഖകൾ. തൃശൂരിൽ വളർത്തുനായയോട് ക്രൂരത, മദ്യപിച്ചെത്തിയ യുവാവ് നായയെ വടികൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ വരടിയം സ്വദേശി സുരേഷിനെതിരെ കേസ്. രാജ്യത്ത് 9,119 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 10,264 പേർക്ക് രോഗമുക്തി, 396 മരണം. ബസ് ചാർജ് വർധനയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ അടുത്ത മാസം ചർച്ച നടത്തും. ഡിസംബർ 2 നടക്കുന്ന ചർച്ചയിൽ ഗതാഗത മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കും. കുതിരാനിൽ ഇരുഭാഗത്തേക്കുമുള്ള ട്രയൽ റൺ തുടങ്ങി. പാലക്കാട് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഒന്നാം തുരങ്കത്തിലൂടെ കടത്തിവിടുന്നു. ഗതാഗതം നിയന്ത്രിച്ച് പോലീസ്. കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘർഷം. SFI പ്രവർത്തകരും പരീക്ഷാ ഭവൻ ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ. പരീക്ഷാ ഭവനിലെ ജീവനക്കാരന് പരുക്ക്. ഡൽഹി സർവകലാശാലയിലെ പ്രവേശനം സംബന്ധിച്ച് പഠനം നടത്താൻ സമിതി. നടപടി. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ തോതിൽ പ്രവേശനം ലഭിച്ചത് വിവാദമായതിനെ തുടർന്ന്. ദേശീയ വാർത്തകൾ. നടി കങ്കണ റണൌട്ടിന് ഡൽഹി നിയമസഭയുടെ സമൻസ്. അടുത്ത മാസം 6 ഹാജരാക്കണമെന്ന നിയമസഭാ സമിതി. നടപടി സിഖുകാർക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശത്തിൽ വിശദീകരണം തേടുന്നതിന്. മാസ്ക് ധരിക്കാത്തവരിൽ നിന്ന് മുംബൈ കോർപ്പറേഷൻ പിഴയായി ഈടാക്കിയത് റെക്കോർഡ് തുക. പിഴയിനത്തിൽ പിരിച്ചെടുത്തത് 78,55,00,000 രൂപ. മലിനീകരണ നിയന്ത്രണങ്ങൾക്കിടെ നിർമ്മാണ തൊഴിലാളികൾക്ക് സഹായധനം പ്രഖ്യാപിച്ച് ഡൽഹി സർക്കാർ. നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് 5,000 രൂപ വീതം നൽകുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിച്ച് JP നദ്ദ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനെ തള്ളിപ്പറഞ്ഞവരാണ് ഇപ്പോൾ വാക്സിന്റെ ലഭ്യത സംബന്ധിച്ച് ആശങ്ക പ്രചരിപ്പിക്കുന്നതെന്ന് വിമർശനം. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 സെപ്റ്റംബറിൽ നോയിഡ വിമാനത്താവളം പ്രവർത്തന സജ്ജമാകും. സാമൂഹ്യ പ്രവർത്തകൻ അണ്ണാ ഹസാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയെ തുടർന്നാണ് അണ്ണാ ഹസാരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ്. ഒളിവിലായിരുന്ന മുംബൈ മുൻ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. മുംബൈ ഓഫീസിലെത്തിയത് പണം അപഹരിക്കൽ കേസിൽ. പരംബീർ സിംഗ് എത്തുന്നത് 231 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം. കർണാടകയിൽ 66 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 2 ഹോസ്റ്റലുകൾ അടച്ചു. ധാർവാഡിലെ STM കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ഹോസ്പിറ്റലിലെ ഹോസ്റ്റലുകളാണ് അടച്ചത്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുബ്രഹ്മണ്യൻ സ്വാമി. ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ട്വീറ്റ്. 3 ലക്ഷം പേർ കോവിഡ് ബാധിച്ച് മരിച്ചെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് ഗുജറാത്ത് സർക്കാർ. ആരോപണം അടിസ്ഥാനരഹിതം. ഗുജറാത്ത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി ജിത്തു വാഹനി. മുൻ രാജ്യസഭാംഗവും RSP നേതാവുമായ അബനി റോയ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് അന്ത്യം. 2013 ശക്തി മിൽ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളുടെ ശിക്ഷയിൽ ഇളവ്. വധശിക്ഷ ജീവപര്യന്തം കഠിന തടവായി കുറച്ച് ബോംബെ ഹൈക്കോടതി. ബീഹാർ JDU നേതാവ് ധർമ്മേന്ദ്ര കുമാറിന് നേരെ അജ്ഞാതരുടെ വെടിവെപ്പ്. ഫുൽവാരി ഷെരീഫ് പ്രദേശത്തെ തർക്കസ്ഥലം സന്ദർശിക്കുമ്പോഴായിരുന്നു വെടിവെപ്പുണ്ടായത്. അന്താരാഷ്ട്ര വാർത്തകൾ. നൈജീരിയൻ തീരത്ത് നടന്ന വെടിവെപ്പിൽ 4 കടൽ കൊള്ളക്കാരെ വധിച്ചതായി ഡെൻമാർക്ക് സായുധ സേന. പട്രോളിംഗിനിടെയാണ് കടൽ കൊള്ളക്കാരെ വധിച്ചത്. കാബൂളിലെ കാട്ടി പർവാനിൽ ബോംബ് സ്ഫോടനം. ഇന്ന് ഉച്ചയോടെയാണ് സ്ഫോടനമുണ്ടായത്. അപകടത്തിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് കോവിഡ് പാസ് നിർബന്ധമാക്കി ഫ്രാൻസ്. 2 ഡോസ് വാക്സിനും സ്വീകരിച്ചവർക്കാണ് പാസ് നൽകുക. 5 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ നൽകാൻ അനുമതി നൽകി യൂറോപ്യൻ യൂണിയൻ. യൂറോപ്പിൽ കോവിഡ് ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പീഡന കുറ്റാരോപിതനായ മുൻ UAE ഇൻസ്പെക്ടർ ജനറലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് ഇന്റർപോൾ. UAE ആഭ്യന്തര മന്ത്രാലയ മുൻ ഇൻസ്പെക്ടർ ജനറൽ അഹമ്മദ് നാസർ അൽ റൈസിയാണ് ഇന്റർപോളിന്റെ പുതിയ പ്രസിഡന്റ്.
സൊമാലിയുടെ തലസ്ഥാനമായ മൊഗാദിഷുവിൽ സ്കൂളിന് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 17 പേർക്ക് പരിക്ക്. ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നതിനിടെ അഭയാർത്ഥികളുടെ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടം ഏറ്റവും വലിയ ദുരന്തമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ജർമ്മനിയിൽ കോവിഡ് മരണം 1 ലക്ഷം കടന്നു. കണക്ക് പുറത്തുവിട്ട ആരോഗ്യ മന്ത്രാലയം. ലോക്ഡൌൺ ഏർപ്പെടുത്തിയേക്കും. ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമത്തിൽ വലഞ്ഞ് സിംഗപ്പൂർ. പരിചയസമ്പന്നരായ നഴ്സസിനെ നിർദ്ദേശിക്കുന്ന സ്റ്റാഫുകൾക്ക് ഫൈൻഡർ ഫീസ് വാഗ്ദാനം ചെയ്ത് ആശുപത്രികൾ. കുവൈഷു 1A റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് ചൈന. വിക്ഷേപണം ജ്യൂക്കൻ സാറ്റലൈറ്റ് കേന്ദ്രത്തിൽ നിന്ന്. സൈബീരിയയിലെ കൽക്കരി ഖനിയിലുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. നിരവധി തൊഴിലാളികൾ ഖനിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ. സ്പോർട്സ്. ന്യൂസിലൻഡിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക്. 1-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4-ന് 252 റൺസ് എന്ന നിലയിൽ. അഭ്യൂഹങ്ങൾ തള്ളി PSG പരിശീലകൻ മൗറിസിയോ പോച്ചറ്റിനോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. PSG-യിൽ താൻ സന്തോഷവാനാണെന്നും അർജന്റീനിയൻ പരിശീലകൻ. റൂപേ പ്രൈം വോളി ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസറാകും. 3 വർഷത്തെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് അവകാശമാണ് കമ്പനി സ്വന്തമാക്കിയത്. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ പുതുതായി 863 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ ഇന്ന് 751 പേർക്ക് രോഗമുക്തി. കേന്ദ്ര സർക്കാരിന്റെ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ സംരംഭകർക്ക് ആദരം. കോഴിക്കോട് പേരാമ്പ്ര ചക്കിട്ടപ്പാറ മുതുകാട് കോളനിയിലെ വനമിത്ര ഗുണഭോക്താക്കളായ ഉണ്ണിമായെയും ശോഭയെയും ആദരിച്ചു. KSRTC ബസ്സുകൾ കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന നടപടിയിൽ നിന്ന് മാനേജ്മെന്റ് പിൻവാങ്ങണമെന്ന് ATUC ജനറൽ സെക്രട്ടറി MG രാഹുൽ. ഇഞ്ചക്കൽ ഡിപ്പോയിൽ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MG രാഹുൽ. തിരുവനന്തപുരം വെള്ളാണിക്കൽ ചന്നൂർ മേഖലയിലെ അനധികൃത മദ്യക്കച്ചവടക്കാരന്റെ പിടിയിൽ. വെള്ളാണിക്കൽ സ്വദേശി രഞ്ജിത്താണ് എക്സൈസിന്റെ പിടിയിലായത്. പട്ടാഴി ദേവീക്ഷേത്രത്തിലെ മണ്ഡല ചെറുപ്പ് മഹോത്സവത്തിൽ ഭക്തജന തിരക്ക്. ചെറുപ്പ് മഹോത്സവം സംഘടിപ്പിക്കുന്നത് പട്ടാഴി വടക്കേക്കര പഞ്ചായത്തുകളിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന യൂത്ത് ഫ്രണ്ട് കറവൂർ കടശ്ശേരി മേഖലകളിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. ബൈക്കിൽ ചുറ്റി നടന്ന് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് കൊട്ടാരക്കര സ്വദേശികളായ സുജിത്, വിഷ്ണു എന്നിവർ. കൊല്ലം ജില്ലയിൽ ഇന്ന് 377 പേർക്ക് കൂടി കോവിഡ്. 374 പേർക്ക് സമ്പർക്ക രോഗബാധ. കോന്നി കൊന്നപ്പാറയിൽ കാർമലത്തോട്ടിൽ മാലിന്യ നിക്ഷേപം. പാറക്വാറികളിൽ നിന്ന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്ന് വ്യാപക പരാതി. ചുരുളിയിലെ ഗാനവുമായി ബന്ധപ്പെട്ട് തന്റെ പേരിൽ നടക്കുന്നത് വ്യാജ പ്രചാരണമെന്ന് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ. തന്റെ ചിത്രവും ഔദ്യോഗിക പദവിയും ദുരുപയോഗം ചെയ്ത് വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നതായും പരാതി. പത്തനംതിട്ട കൈപ്പട്ടൂർ പാലത്തിലൂടെയുള്ള ഗതാഗതം ഒറ്റവരിയാക്കി ഉത്തരവിറക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ. പ്രതികൂല കാലാവസ്ഥയിൽ 25 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് നിരോധനം. പാലാ ജൂബിലി തിരുനാളിന് ഡിസംബർ 1 കൊടിയേറും. ജൂബിലി തിരുനാളിനുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് പുതിയ പരിഭാഷ ഒരുക്കി നാരായണൻ കാരനാട്ട്. വിവിധ രാഗങ്ങളിലുള്ള പരിഭാഷയുടെ സംഗീതാവിഷ്കാരം QR കോഡോടെ പുറത്തിറക്കി. പാലാ ബ്ലഡ് ഫോറവും ഏറ്റുമാനൂർ അർച്ചന വിമൻസ് സെന്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. വാഗമണിൽ നടന്ന ക്യാമ്പിൽ 50 പേർ രക്തം ദാനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ പുതുതായി 277 പേർക്ക് കൂടി കോവിഡ്. ജില്ലയിൽ ഇന്ന് 458 പേർക്ക് രോഗമുക്തി. എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ കൺസ്യൂമർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് K. സുരേന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസ് ഇംഗ്ലീഷ് വകുപ്പ് നടത്തുന്ന സ്പെരാൻസ 2021 അന്തർ സർവകലാശാല സാഹിത്യോത്സവം ഡിസംബർ 7-ന് നടത്തും. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. തൃശൂർ കൊടുങ്ങല്ലൂരിൽ KSUവിന്റെ മാസ്ക് ധരിച്ച വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന് പരാതി. പരിക്കേറ്റത് യൂത്ത് കോൺഗ്രസ് ഏറിയാട് മണ്ഡലം സെക്രട്ടറിയും +2 വിദ്യാർത്ഥിയുമായ മുല്ലപ്പറമ്പിൽ സച്ചിദാനന്ദന്. ആക്രമണത്തിന് പിന്നിൽ BJP എന്ന യൂത്ത് കോൺഗ്രസ്. തൃശൂർ കുറുക്കഞ്ചേരി, ചിയ്യാരം, വടൂക്കര, കുരിയച്ചിറ എന്നിവിടങ്ങളിൽ ഈ മാസം 30 ഡിസംബർ 1 തീയതികളിൽ ജലവിതരണം മുടങ്ങും. കുറുക്കഞ്ചേരി ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിന്റെ ഭാഗമായാണ് ജലവിതരണം തടസ്സപ്പെടുക. തൃശൂർ CPIM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കലാകാരന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. ചഞ്ചായം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ KM മധുസൂദനൻ. പാലക്കാട് പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ്, പാലം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടൻ. തീരുമാനം മുഹമ്മദ് മുഹ്സിൻ MLA യുടെ അധ്യക്ഷതയിൽ പട്ടാമ്പി നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ.
പാലക്കാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അമേറ്റിക്കര ബൂത്ത് കൺവെൻഷൻ സമാപിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് തൃത്താല നിയോജകമണ്ഡലത്തിലെ 4 ഗവൺമെന്റ് ആശുപത്രികളിൽ ഹെൽത്ത് പദ്ധതിക്ക് തുടക്കം. നിയോജകമണ്ഡലം തല ഉദ്ഘാടനം പരുതൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ പാലക്കാടിന്റെ കീഴിൽ മണ്ണാർക്കാട് ബ്ലോക്ക് തല കുടുംബശ്രീ വിപണന മേളയ്ക്ക് തുടക്കം. N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കവിളിപ്പാറ ട്രൈബൽ കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മംഗലം ഡാം ജനമൈത്രി പോലീസ്. SHO ശ്രീനിവാസൻ പഠനോപകരണങ്ങൾ കൈമാറി. സർക്കാർ പ്രൈമറി സ്കൂളുകളിലെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 9 ലക്ഷം അനുവദിച്ച് പാലക്കാട് മണ്ണാർക്കാട് നഗരസഭ. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. ഷിഹാബ് തങ്ങൾ കെയർ സെന്ററിന് ലോഗോ പ്രകാശനം നടന്നു. ഡോക്ടർ MB അബ്ദുസമദ് സമദാനി MB ലോഗോ പുറത്തിറക്കി. മലപ്പുറം നിലമ്പൂർ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫുഡ് ഫോറസ്റ്റ് നിർമ്മാണം തുടങ്ങി. വെള്ളിമുറ്റം ബദൽ സ്കൂൾ പരിസരത്താണ് നിർമ്മാണം. മലപ്പുറം കാളികാവിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് 2 പേർക്ക് പരിക്ക്. ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ആക്രമണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ DYFI രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ശുചീകരണം നടത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജേന്ദ്രൻ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പുതുതായി 664 പേർക്ക് കൂടി കോവിഡ്. 659 പേർക്ക് സമ്പർക്ക രോഗബാധ. അധ്യാപകരെ അപമാനിച്ച തളിപ്പറമ്പ് നോർത്ത് AEOയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് KPSTA ജില്ലാ കമ്മിറ്റി ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. രമേശൻ ഉദ്ഘാടനം ചെയ്തു. KPSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AE ഓഫീസിലേക്ക് ധർണ നടത്തി. അധ്യാപകരെ അപമാനിച്ച തളിപ്പറമ്പ് നോർത്ത് AEOയെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം. കാസർഗോഡ് മൂളിയാർ പഞ്ചായത്തിലെ ആലൂരിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. V. അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. സോഫ കട്ടൺ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. ബേക്കലിൽ നടന്ന സമ്മേളനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. അക്ഷയ് കുമാർ ധനുഷ് ചിത്രം അതിരംഗീരയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ആനന്ദ് L. റായിയാണ് സംവിധാനം. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് കമന്റ് ചെയ്ത ഫേസ്ബുക്ക് ടീം. മോഹൻലാലിന്റെ ഔദ്യോഗിക പേജിൽ ഐതിഹാസിക ടീസർ എന്നാണ് കമന്റ്. അനൂപ് മേനോനും മനോജ് K. ജയനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വിധിയുടെ ട്രെയിലർ ഇറങ്ങി. ചിത്രം സംവിധാനം ചെയ്യുന്നത് കണ്ണൻ താമരക്കുളം. ബംഗളൂരുവിൽ അനധികൃത നിർമ്മാണം മൂലമുള്ള ബലക്ഷയത്തെ തുടർന്ന് തകർന്നു വീണ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വ്യാജ വാർത്ത സത്യാവസ്ഥയിലേക്ക്. ഒക്ടോബർ 7-ന് ബംഗളൂരുവിലെ കസ്തൂരി നഗറിൽ നടന്ന സംഭവമാണിത്. വാസ്തുപ്രകാരം കെട്ടിടത്തിന്റെ ചുമരും പില്ലറും പൊളിച്ചുമാറ്റിയതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് വീഡിയോയ്ക്കൊപ്പം പ്രചരിക്കുന്ന വാദം. അപകടത്തിൽ ആളപായമടക്കം റിപ്പോർട്ട് ചെയ്തെന്നും വ്യാജവാർത്തയിൽ പറയുന്നു. എന്നാൽ അനധികൃത നിർമ്മാണം മൂലം കെട്ടിടം താനെ തകർന്നു വീഴുകയായിരുന്നുവെന്ന് ബംഗളൂരു നഗരസഭാ അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചപ്പോൾ തന്നെ അധികൃതർ കെട്ടിടത്തിലുള്ളവരെ ഒഴിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ അപകടത്തിൽ ആളപായം സംഭവിച്ചിരുന്നില്ല. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കിയില്ലെങ്കിൽ സർക്കാർ വലിയ സമരത്തെ നേരിടേണ്ടി വരുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. പോലീസിനകത്തെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും K. സുധാകരൻ. ഇന്തോനേഷ്യൻ റിസോർട്ട് ദ്വീപായ ബാലിയിൽ കോൺസുലേറ്റ് തുറക്കാനൊരുങ്ങി ദക്ഷിണ കൊറിയ. തങ്ങളുടെ പൗരന്മാർക്ക് മികച്ച കോൺസുലാർ സേവനങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്ന് ദക്ഷിണ കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം. തമിഴ്നാട്ടിൽ പുതുതായി 739 പേർ കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 17 മരണം. കേന്ദ്ര സർക്കാരിന്റെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ കോൺഗ്രസ് MPമാർ ബഹിഷ്കരിക്കും. പാർലമെന്റിലെ സെൻട്രൽ ഹാൾ പരിപാടിയിൽ MPമാർ പങ്കെടുക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നോയിഡ വിമാനത്താവളം തറക്കല്ലിൽ ചടങ്ങിന്റെ വിമർശനം ഉന്നയിച്ച BSP അധ്യക്ഷ മായാവതി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രകടനം മാത്രമാണിതെന്ന് വിമർശനം. ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് നൈറ്റുമായി സുജിയ പാർവതി എത്തും. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.